ഏകദേശം ഒരു രൂപം കിട്ടാൻ വേണ്ടിയിട്ട് 2 കൊട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തലയിലുള്ള തൊപ്പിക്ക് വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബക്കറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ക്വയർ പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇതാണ് ബോഡിയിലുള്ള ഫ്രെയിമിലേക്ക് കണക്ട് ചെയ്യുക. ഈ കൊട്ടേൻ്റെ അകത്ത് ഇതുപോലത്തെ സ്ക്വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പൈപ്പിന് കറക്റ്റായിട്ടുള്ളൊരു സ്ക്വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് വേണം ഈ കൊട്ടയിലേക്ക് ആ സ്ക്വയർ പൈപ്പ് കണക്ട് ചെയ്യാൻ. അത് നേരെ ഇതിലേക്ക് കൂടി കയറിയിട്ട് അപ്പുറത്ത് തൊപ്പിക്ക് വേണ്ടിയിട്ടുള്ള ആ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി പോകും. ആ ഒരു രീതിയിലാണിത് സെറ്റ് ചെയ്ത് വെച്ചുള്ളത്. ഇനി ഈ 3 തമ്മിൽ ഇളകി പോകാതിരിക്കാൻ കെട്ട് കമ്പി വെച്ചിട്ട് ഈ 3 കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. മുഖം ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫോം ഷീറ്റ് കട്ട് ചെയ്ത് മീശയും മൂക്കും ഒക്കെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അവർ പച്ച കളറ് കാണുന്ന ഒരു ബോളാണ്, അത് കട്ട് ചെയ്ത് മൂക്കിൻ്റെ ഒരു റൗണ്ട് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഡയറക്റ്റ് തേച്ച് കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ട് ഇതിൻ്റെ മേലെ മൊത്തം സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ചെറിയ ആണി വെച്ചിട്ട് കുത്തി കൊടുത്ത് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അടന്നു പോകാണ്ട് ആ തുണിയുമ്പോൾ തന്നെ നല്ല ബലമായിട്ട് പിടിച്ചിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലോത്ത് മൊത്തം തുന്നി പിടിപ്പിക്കുന്നത്. ഇത് ഇങ്ങനെ ഈ മുഖത്തിൻ്റെ ഭാഗം മുഴുവൻ ഇതുപോലെ സെറ്റ് ചെയ്യാനുണ്ട്. ബാക്കി ഭാഗത്ത് താടിയും മുടിയൊക്കെ വരുന്നതാണ്, പിന്നെ ആ ഭാഗം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വരുന്ന ഭാഗം നമ്മളെന്തായാലും ഇതുപോലെ ചെയ്യണം. ഇനി ഇതിൻ്റെ കണ്ണ് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ കണ്ണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഗോലി എടുത്തിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീം കഴിക്കുന്ന സ്പൂണ്, അത് 2 കട്ട് ചെയ്ത് ഇതുപോലെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുഖം മുഴുവൻ നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേച്ച് പിടിപ്പിക്കണം. മുഖം വരുന്ന ഭാഗം മാത്രം മുഴുവൻ ഇതുപോലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മളൊരു ലെയറായിട്ട് ഫുള്ള് തേച്ച് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വെക്കണം. ഇത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്രാക്ക് വരും. അപ്പോൾ അത് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാം പ്രൂഫ് അതൊരു 2 കോട്ട് മൊത്തത്തിലായിട്ട് ബ്രഷ് വെച്ചൊന്ന് അടിച്ചു കൊടുക്കേണ്ടി വരും. അത് അടിച്ചു കഴിഞ്ഞാൽ ആ ക്രാക്കൊക്കെ ഏകദേശം ഒന്ന് ഫില്ലായി സെറ്റായി വരും. അപ്പോൾ ഇതിൻ്റെ സ്കിൻ കളർ അടിക്കേണ്ട ഭാഗത്ത് മൊത്തം നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ കണ്ണിൻ്റെ മേലൊക്കെ പെയിൻ്റ് ആകുന്ന കാരണം അതിൻ്റെ മേലെ നമുക്ക് പേപ്പർ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴികെയുള്ള ബാക്കി ഭാഗത്തൊക്കെ നമുക്ക് കോട്ടൻ്റെ ഷീറ്റ് വെച്ചിട്ടൊന്ന് ഇതിങ്ങനെ ഒട്ടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഫോം ഷീറ്റൊക്കെ പുറത്തോട്ട് ശരിക്കും കാണും. അപ്പോൾ അതൊരു കാണുമ്പോൾ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കോട്ടൻ്റെ ഷീറ്റ് ഇതുപോലെ മൊത്തത്തിൽ ഒട്ടിച്ചിട്ട് എടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ താടിയും മീശയും ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വൈറ്റ് കളർ മോപ്പിൻ്റെ ആ ക്ലോത്ത്, മോപ്പ് നമ്മൾ അകമൊക്കെ തുടക്കാൻ എടുക്കുന്നില്ല, ആ മോപ്പിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് നമുക്ക് താടിയും മീശയൊക്കെ ഒന്ന് പിരികൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ താടിയും മീശയും പിരികൊക്കെ ഏകദേശം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ ഇത് മൊത്തം ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാനുണ്ട്. അതായത് ആ സ്കിന്നിൻ്റെ ഭാഗങ്ങൾ മാത്രം പെയിൻ്റ് അടിക്കാൻ പാടുള്ളൂ. ബാക്കി മീശ, പിരികം, താടി ഇതിൻ്റെ മേലേക്കൊന്നും വരാത്ത രീതിയിൽ മൊത്തത്തിലായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം. അപ്പോൾ ഒരു കോട്ട് ഫുള്ള് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു കോട്ട് കൂടി കളറ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടി റെഡിഷ് കളർ വരുന്ന പോലെ ഒരു കോട്ട് കൂടി അടിക്കാനുണ്ട്. അപ്പോൾ ആ ഫുൾ കളറ് അടിച്ച് കഴിയുമ്പോൾ ഉള്ളൊരു രൂപമാണിത്. ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഈ കണ്ണിൻ്റെ മേലെ നമ്മൾ ഒട്ടിച്ച പേപ്പർ ടാപ്പ് അത് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. കറക്റ്റായിട്ട് അത് കട്ട് ചെയ്ത് എടുത്തില്ലെങ്കിൽ നമ്മളടിച്ച പെയിൻ്റ് അടക്കം പറഞ്ഞു വരും. അപ്പോൾ അത് കാരണം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ. കണ്ണ് നല്ല വൃത്തിയിൽ തന്നെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊപ്പീൻ്റെ മേലെ ക്ലോത്ത് ഒട്ടിച്ചെടുക്കാനുണ്ട്. ഇതാണ് നമ്മുടെ സാന്റാക്ലോസിൻ്റെ ബോഡി സ്ട്രക്ചർ വർക്ക്. ഇത് മൊത്തം ചെയ്തു തന്നത് തലശ്ശേരി ഹോളി റോസറി ചർച്ചിലുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ്. ഈ കാണുന്നതാണ് തലശ്ശേരി ഹോളി റോസറി ചർച്ച്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. 20 അടി ഉയരമുണ്ട് ഈ ഒരു സാന്റാക്ലോസിന്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ ഹൈറ്റും അതിൻ്റെ ഹൈറ്റും. ഇനി സാന്റാക്ലോസിൻ്റെ ഷൂ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോം ഷീറ്റ് അളവിൽ കട്ട് ചെയ്ത് എടുക്കണം. വീഡിയോ ഫുള്ളായിട്ട് കാണിക്കുമ്പോൾ വീഡിയോയിൽ ഭയങ്കര ഒരുപാട് ലെങ്ത് കൂടി പോകും. അപ്പോൾ അത് കാരണം കുറേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് പിന്നെ സ്പീഡൊക്കെ കൂട്ടിയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്ത എല്ലാവരെയും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ അവരോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഫോം ഷീറ്റ് ഈ ഒരു ഷൂവിൻ്റെ ഷേപ്പിൽ മൊത്തത്തിൽ 2 കാലിനും ഒട്ടിച്ച് എടുക്കാനുണ്ട്. ഒട്ടിച്ചതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് മൊത്തം കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ ബ്ലാക്ക് പെയിൻറ്റ് മൊത്തത്തിൽ അടിക്കാനുണ്ട്. ഷൂവിൻ്റെ ആ ഭാഗം മാത്രം. ഇപ്പോൾ അതിൻ്റെ ക്ലോത്തൊക്കെ ഏകദേശം ഒട്ടിച്ച് ആ ഷൂവിന് പെയിൻ്റൊക്കെ അടിച്ച് ഏകദേശം ഒരു രൂപമാക്കിയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.